കാശ് പണ കൊട്ട് മണി മണി. ഇന്ന് ഈ വീട്ടിലെ ഏറ്റവും വലിയ പൈസക്കാരി ദിയമോളാണ്. ഓട് വേണ്ട മേടയില കാലമേല അവിടെ നിന്നിട്ടൊന്ന് ചാടേണ്ടതാണ്. ഫ്രണ്ട്സ്, ദിയമോളുടെ കുറ്റി അല്ലെങ്കിൽ മണി ബാങ്ക് നമ്മൾ ഇന്ന് ഓപ്പൺ ചെയ്യാൻ പോവാണ്, അൺബോക്സ് ചെയ്യാൻ പോവാണ്. സോ ദിയമോളെ പിഗ്ഗി ബാങ്ക് ഇപ്പം സേവ് ചെയ്യാൻ തുടങ്ങിയിട്ട് 2.5 വർഷത്തോളമായി. അപ്പം ഇതുവരെ അത് പൊട്ടിച്ചിട്ടില്ല. അപ്പൊ ഇന്ന് നമ്മൾ പൊട്ടിക്കാൻ പോവാണ്. ദിയമോള് പറഞ്ഞു രാവിലെ മുതൽ തുടങ്ങിയതാ. അമ്മ എപ്പോഴാ പൊട്ടിക്കണേ വേഗം വേണം എന്ന് പറഞ്ഞ് തുടങ്ങിയതാണ്. അപ്പം എന്നാ വിചാരിച്ചു എന്നാ ഇതൊന്ന് ഓപ്പൺ ചെയ്യാം. ദിയമോളുടെ ഒരു ആഗ്രഹമല്ലേ. അതിൻ്റെ ഉള്ളിൽ കൂടെ കാണുന്നുണ്ട് കേട്ടോ. ഋതിക എന്നൊക്കെ പേര് എഴുതിയിട്ടുണ്ട്. ദേവുനുണ്ട് കേട്ടോ ഇതേപോലെ തന്നെ. അപ്പം ഒന്ന് പൊട്ടിച്ചു നോക്കിയാലോ ദിയ. ദേവു ഒന്ന് കുറേ ദിവസങ്ങൾക്ക് ശേഷം ഒന്ന് സ്കൂളിൽ പോയിട്ടോ. ഇന്ന് ഹാൾ ടിക്കറ്റ് കിട്ടി. പിന്നെ ഈ പെന്ന് സ്കൂളിൽ നിന്ന് തന്നതാണ്. ഒരു ബെസ്റ്റ് വിഷസ് ഓൾ ദ ബെസ്റ്റ് പറഞ്ഞിട്ട് ഒരു ഗ്രീറ്റിംഗ് കാർഡിൽ ഈ പെണ്ണ് ഇങ്ങനെ കുത്തി വെച്ചിട്ട് തന്നതാണ് കേട്ടോ. നല്ല പെണ്ണ്. ഞാൻ അപ്പം അതുകൊണ്ടാണ് മാത്സ് പ്രോബ്ലം ചെയ്തുകൊണ്ടിരിക്കണത്. എനിക്ക് ഫസ്റ്റത്തെ എക്സാം മാത്സ് ആണ്. 3 ദിവസം കൂടെ ഉള്ളൂ ഇനി എൻ്റെ ബോർഡ് എക്സാമിന്. ബാച്ച് ഫോട്ടോ എടുത്തു, ക്ലാസ് ഫോട്ടോ എടുത്തു. അപ്പൊ ദേവു സ്കൂളിൽ പോയി വന്ന് ഭയങ്കര സാഡ് ആയിട്ടോ വന്ന്. എല്ലാരോടും യാത്രയൊക്കെ പറഞ്ഞപ്പോ ദേവു കരഞ്ഞ് കൂവിയൊക്കെയാണ് വന്നേക്കണത്. ഞാൻ കരഞ്ഞിട്ടില്ല. ഞാൻ കരഞ്ഞത് എപ്പോഴറിയോ, മറ്റേ ഞങ്ങക്ക് മാത്രം ക്ലാസ് ഉണ്ടായിരുന്നു, ബാക്കിയുള്ളവർക്കൊക്കെ പൂട്ടി. അപ്പം ബാക്കിയുള്ളവർക്ക് പൂട്ടിയല്ലോ. അപ്പൊ എന്റെ ഒരു 9ാം ക്ലാസ്സിലെ ഫ്രണ്ട് വന്നിട്ട് കരഞ്ഞ് കെട്ടിപ്പിടിച്ചു. അപ്പോഴാണ് ഞാൻ കരഞ്ഞത്. ഇന്ന് ഞാൻ കരഞ്ഞിട്ടില്ല. അപ്പൊ എന്നോട് ചോദിച്ചു എങ്ങനെയാ പൊട്ടിക്കാന്ന്. ആണോ? ഞാൻ കത്തി എടുത്തോണ്ടോ? അതിലുള്ള പൈസ ആർക്കാ? തന്നിട്ടില്ല. ആ പൊട്ടിച്ചോ ഫ്രണ്ട്സ്? ഞാൻ കൊറേ പൊട്ടിച്ചില്ലേ. കാൽക്കുലേറ്റ് ആവുക അത് ഞാൻ ഏറ്റവും. ഫ്രണ്ട്സ്, എനിക്ക് പൈസ കുറച്ച് അത്യാവശ്യമായിട്ട് ഇരിക്കുകയായിരുന്നു. അപ്പോഴാണ് പിഗ്ഗി ബാങ്ക് പൊട്ടിക്കുന്നുണ്ട് എന്നൊരു വിവരം കിട്ടിയത്. ഇത് പൊട്ടിക്കാൻ വേണ്ടി ഞാൻ കാത്തിരിക്കുന്നത്. ഇതെന്ന് വാങ്ങിയതാ. ഇതിന് എത്ര രൂപ ഉണ്ടെന്ന് കറക്റ്റ് ഗസ് ചെയ്യുന്ന ആൾക്കാർക്ക് ഈ പൈസ ഫുള്ള് ഫ്രീ തരുന്നതായിരിക്കും. അപ്രോക്സിമേറ്റ് ആവുമ്പോ പിന്നെ എന്തിനാ ഗസ് ചെയ്യണേ? ഏതായാലും എന്തെങ്കിലും വായി തോന്നി പറഞ്ഞ പോലെ. ഞാൻ പറയില്ല, പിന്നെ നിങ്ങക്ക് പറയാം. അത് ശരി. നോക്ക്, ഞാൻ പറയാം. ഒരു 5,000. 5,000 ഇത് കൂടുതൽ ഞാൻ കൊടുത്ത പൈസയൊക്കെ തന്നെ ആയിരിക്കും. അതുകൊണ്ട് എനിക്ക് ഏകദേശം ഗസ് ചെയ്യാൻ പറ്റും. എന്നാ നമുക്ക് ഓപ്പൺ ചെയ്താലോ? കത്തിയെടുത്തോണ്ട് വാ. അമ്മ അഭിമാമന്റെ കൊറേ കീറിയ നോട്ടുകളുണ്ട്, അറ്റം കീറിയത്. എന്നിട്ട് എന്നോട് എന്താ പറയുക പറഞ്ഞത്, വൈറ്റ് പേപ്പർ ആ ഒരു ഇതിന് കട്ട് ചെയ്തിട്ട് സെല്ലോ ടേപ്പ് ഒട്ടിച്ച് അവിടെ എല്ലാ നോട്ടും ഇങ്ങനെ വെക്കിട്ട് പറഞ്ഞു. എന്നിട്ട് ബാഗോട്ടി മാറ്റി. ഞാൻ ഒട്ടിച്ച ബാങ്കിൽ കൊണ്ട് മാറ്റിയോ? ധാരാ മാഗ്നറ്റിക് പവർ ഉണ്ട്. തട്ടിക്കാതെ മുറിച്ച കൈ മുറിയരുത്. കുക്കിനോടാണ് ഈ പറയണത്. കുക്ക് പറഞ്ഞപ്പോഴാ ഞാനില്ലേ നമ്മളെ മറ്റേ ലൈഫ് ലിവിങ് നാച്ചുറൽ ഇൻട്രോ ഉണ്ടാവല്ലോ, മെയിൻ ഇൻട്രോ. അതില് ഞാൻ എന്താ പറയാ, എന്റെ അമ്മയും പപ്പയും കുക്കാണ് പറയണത്. ഞാൻ എന്താ പറയാ പറഞ്ഞത്, എന്റെ അമ്മയും പപ്പയും കുക്കറാണ്. എത്ര വയസ്സായി? ഞാന് 4ാം ക്ലാസ്സിലായി, 9 വയസ്സ്. അപ്പൊ ഞാൻ കുക്കറെന്ന് പറയാ. കുക്ക് മോക്കനെ കൊടുക്കാണ്. ദേമോളെ കുഞ്ചിയാണ്. ദേമോളോട് തന്നെ പൊട്ടിക്കണം.
ഇങ്ങോട്ട് വെക്ക്. അറബീന്റെ ആ എന്റെ ഒമ്മാനെന്ന് ഞാൻ മസ്കറ്റിലായിരുന്നുള്ള കൊടുത്ത പൈസ വരെ ഉണ്ടാവും മാറ്റി കിട്ടുമോ? അതിനെന്താ ഭാഗ്യം. ചെറിയ പൈസ ഉണ്ട്. ഞാൻ കമ്മത്തട്ടെ. ഫുള്ളി നോക്കാം. 500 ഉണ്ടല്ലോ. റെക്കോർഡ് കട്ട് ചെയ്യണ്ട. ദേവന്റെ കൈ കണ്ടിരിക്കണ്ടേ, ദേവന്റെ കൈ കണ്ടിരിക്കുന്നുണ്ട്. ഇങ്ങോട്ട് കിടക്കുന്നേ ഉള്ളൂ. എത്ര വർഷത്തെ അല്ലേ? ഞാൻ മസ്കറ്റിലാവുമ്പോ പണ്ടുള്ള ഔട്ട് വന്നത് 5 കൊല്ലൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവുന്ന. 200 500 അപ്പൊ ഡ്രീം കേക്ക് എന്താണ് ഡ്രീം കേക്ക് സൈലബൻ ലോട്ടർ പ്രൈസ് എല്ലാം ഉണ്ട് ലാസ്റ്റ് നോട്ട് മറ്റേ ഐ ഇതെന്താ അത് മടങ്ങി നല്ല മടങ്ങി ദേവന് എന്ത് തരാ 500 മാറ്റി വെച്ചോ. കേട്ടോ 500 500 മാറ്റിയേക്കട്ടെ ദേവന്റെ കയ്യെ മാറ്റി 500 പപ്പയ്ക്ക് കൊടുക്ക്. ഞാൻ എടുക്കാം അമ്മനെ ഐസിന് പപ്പനെ തോന്നിട്ട് ഞാൻ പേഴ്സിന് കുറച്ച് ദിവസം മാറ്റി വെച്ചോണ്ടി അമ്മേനെ പേടിച്ചു പൈസ കാട്ടിയാണ് ഫ്രണ്ട്സ്. അതെ അതെ അതൊക്കെ പേരെടുത്തോളാം. 500 ഒക്കെ ട്രോപ്പിക്കിന്റെ എടുത്തോളാം. ദാ നമുക്ക് ഒന്നിച്ചാക്കാം. നിർത്തിക്കൊണ്ടോ നമുക്ക് വാങ്ങാം. ലാസ്റ്റ് കുത്തിനോടിച്ചു വാങ്ങാം. അമ്മേനെ ഇഷ്ടാണ് വാവയ്ക്ക്. ഇഷ്ടല്ല. എടി ഭയങ്കര ഫസ്റ്റ് ഞാൻ ചാംജും കേട്ടോ ഗയ്സ് പോവാ. അപ്പൊ എന്താ ചെയ്യണേ? 100 രൂപയ്ക്ക് 100 രൂപയ്ക്ക് റൈസർ വാങ്ങി. ഗാന്ധിജിനെ ഒരുമിച്ച് ഞാൻ 100 രൂപേന്റെ റേസർ വാങ്ങും. അത് ശരി. അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ 100 രൂപേന്റെ റൈസർ വാങ്ങുന്നതാണ് ഇതിലൊക്കെ 500 രൂപ. ഇത് 500 500 അല്ല ദേവ് ഇതില് മുന്നേന്റെ തപ്പത്തിന്റെ ഇടയ്ക്ക് വെക്കണ്ടോ മുന്നേന്ന് കുലിക്കണം. ഒമാനത്തെ നോട്ടിന് നല്ല വാല്യൂ ആണ് ഞാൻ പറയണ കേട്ടു അറിയില്ല ആണോ? ചില്ലറ കൊടുക്കണം. 500 ഇത് ഇതോ എത്രയാണ്? 500 പറഞ്ഞാൽ അര റിയാലിനാണ് യഥാർത്ഥം. ഇത് 100 പൈസന്ന് പറയാ എത്രക്കറിയാം? 500 എന്ന് പറഞ്ഞുതരാം കൊണ്ടുപോകാനാണ് ഇങ്ങനത്തെ 10 ഉണ്ടെങ്കിൽ 1 റിയാലാവുള്ളൂ. 1 റിയാൽ എത്രയാണ്? 100 പൈസ 1 റിയാലാണ് ഇങ്ങനത്തെ 10 വേണം. അല്ല ഇതിലുണ്ടോ? അല്ല 1 റിയാൽ പറഞ്ഞു ഇവിടത്തെ എത്ര മതിയല്ലോ. എത്ര ഇതാണോ 500? ഇത് 500 അവിടുത്തെ പഴയ സുൽത്താനോ മറ്റു 500 പൈസയാണ് മോളെ. പൈസ 1000 ഉണ്ടാവുമല്ലോ. ഇങ്ങനെ എല്ലാം പെറുക്കാണ് ഗയ്സ്. അപ്പൊ കൊണ്ടാണോ ചേച്ചി? 200 റുപ്യൊക്കെ വേറെ സ്ഥലത്തേക്ക് വെക്കും ഞാൻ. 200 ഒക്കെ വേറെ സ്ഥലത്തേക്ക് 200 ഒക്കെ വരണേ കിട്ടിട്ട് ഇതാക്കണ ഇതൊക്കെ 200 ആണ്. ടണ്ണിന്റെ കൂടെ വെച്ച് വെക്ക. ആ അതെ ടണ്ണിന്റെ കൂടെ വെച്ചേക്ക 200. അത് 12,000 ഉണ്ട്. അന്റെ കേസും പോയി ഇന്റെ കേസും പോയി. ഇത് 500 മാത്രം 12,000 ഉണ്ട്. മലയാളി എന്താണ് തരൂല. പോയിക്കോ പോയിക്കോ എല്ലാരും പോയിക്കോ അവിടുന്ന്. എന്തായാലും 3 വർഷത്തെ ദിയമോളുടെ സമ്പാദ്യമാണിത്. ദേവുന് കഴിഞ്ഞ പ്രാവശ്യമല്ലേ ദേവുവിന്റെ പിഗ്ഗി ബാങ്ക് പൊട്ടിച്ചത്? ഈ വർഷം പൊട്ടിച്ചിട്ടില്ലല്ലോ. ഇല്ല കഴിഞ്ഞതിന് മുന്നത്തെ വർഷമാണ് ഇത് പൊട്ടിച്ചത് അല്ലേ? അടുത്ത 200. പക്ഷെ പൊട്ടിക്കുമ്പോ ഞാൻ വരണ്ട കേട്ടോ തറയുണ്ട്. 800. 800 അത്ര. അതിലിഞ്ഞുണ്ടോ? 1500 അപ്പൊ 800 1500 2000 സംതിങ്. 300. അപ്പം 12 13 14 14,200 അതിൽ 12,000. 12?
14,300. 14,300. സ്റ്റാറ്റിസ്റ്റിക്സ് നമ്മള് ചാപ്റ്റർ പഠിക്കണവരുണ്ട് ഓരോന്നുണ്ടുമ്പോ 5, 10, 15, 55, 60. നമ്മള് പറയണത് ഈ കോയിന് വേറെ ജില്ലത്തെ ആണെന്നാ കേട്ടോ. ഇതേത് നമ്പർ പപ്പ? വേറെ ജില്ലത്തെ 61 കേട്ടോ ചില്ലറ. ആണോ? ക്യാൻറ്റീനിൽ ഓള പൈസ ഇവിടെ ഉണ്ട്. 10 പൈസ. ഇത് 180 10 പൈസ. 10 രൂപ കൂടെ ഉണ്ടെങ്കിൽ 15,000 രൂപ. ഇതെല്ലാം കാണട്ടോ. അമ്മീ വാവി എന്ത് പറഞ്ഞിട്ട് പൊട്ടിച്ചത്? 19 വന്നത്. ഇത് പിച്ചളയാന്നാണ് കേട്ടോ പപ്പ പറയണത്, എനിക്കറിയില്ല. അല്ല മൊത്തം ഈ ചില്ലറക്ക് ഒമാനം നിറക്കി. അതെ അതെ അതെ, ചേച്ചിയെ, പിച്ചള ഈ മോതിരം ഉണ്ടാക്കാൻ ചില്ലറക്ക് വേണ്ടി. മൊത്തം ചില്ലറ ആവശ്യമുള്ള ഒരാളുണ്ട് ഇവിടെ. ആരാ? ആണോ? ഓന് ചില്ലറ കൊടുത്താ ഭയങ്കര കാര്യം. ഇത് 80 ആണോ? ചില്ലറ ഈ 10 രൂപേന്റെ 20 ഒക്കെ ഒന്ന് ചോദിക്കലുണ്ട്. കുഞ്ചുവെല്ലാം പൊട്ടിക്കുമ്പോ പറയാൻ. ആ എന്നാ വിളിച്ചളാ ചേട്ടനെ. ഫ്രണ്ട്സ്, ഇന്ന് ഈ വീട്ടിലെ ഏറ്റവും വലിയ പൈസക്കാരി ദിയമോളാണ്. 15,000. കാശ് പണം കൊട്ട് മണി മണി കാശ് 15,000 ഉള്ളൂ. ഞാൻ വിചാരിച്ചൊരു 20,000. കണ്ടോ ഫ്രണ്ട്സ്, ഈ കണ്ടോളൂ. ഞാൻ അവിടെ പോയിരിക്കും കുറച്ച് മതി ദിയമോളതൊക്കെ കൊണ്ടാ. ഇത് പപ്പ എടുത്ത് കൊണ്ടുവന്നില്ല. സ്വപ്നത്തിൽ പോലും നടക്കാത്ത കാര്യമാണ് ഈ പപ്പ. അങ്ങനെയല്ല സംഭവിക്കാൻ പോണത്. ഞാൻ അവിടെ ഇരിക്കൂട്ടോ, ഞാൻ ഈ ബെഞ്ചിന്റെ അങ്ങേ അറ്റത്തിരിക്കേ. അപ്പൊ ദിയമോള് വന്നിട്ട് പറയും, രാവിലെ അവിടെ വരെ ബെഞ്ചിന്റെ അറ്റത്തേക്ക് ഇപ്പത്തെ റീലുണ്ടല്ലോ, പിന്നെ വാലന്റൈൻസ് ഡേക്ക് ഇങ്ങനെ ഗിഫ്റ്റ് പ്രതീക്ഷിച്ചിരിക്കുന്നത് ഭാര്യ, എന്നിട്ട് അവസാനം അസ്ഥി കൂടാവും. അതേമാതിരി ഞാൻ അസ്ഥി കൂടാൻ വേണ്ടി വരും. എത്ര എടുത്തു എത്ര എടുത്തു? ഇനി ദേവ് ഒന്ന് മുന്നേ ഒന്ന് അവിടെ നിന്നിട്ടൊന്ന് ചാടേണ്ടതാണ്. ഇത് വീഴ്ത്തണ ഒരു തോക്കൂട്ടോ. കാശ് പണം കൊട്ട് മണി മണി കാശ് ചണം കസവിന്റെ തട്ടമിട്ട് ദൂരെ നിന്നവൻ ഞാൻ ദൂതായി വന്നവൾ. ദിയമോളിനോട് നേരത്തെ ആരും കാക്കാതെന്ന് പറഞ്ഞതാണ്. ദിയമോളെ വക എല്ലാവർക്കും ഒന്നും ഭയങ്കര ട്രീറ്റ് ഉണ്ട്, അതുകൊണ്ടാണ് പൊട്ടിച്ചത് അല്ലേ? ഓ അപ്പൊ ഉണ്ടാവും. അതെ 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 അതെ. ഇല്ലെങ്കിൽ ഞങ്ങള് പൈസ കൊണ്ടുപോകുന്നതാണ്. ചീസ് ബോംബ് കഴിക്കാൻ പോവാം. ആദ്യം ചീസ് ബോംബ് കളിക്കാൻ ഞങ്ങള് കഴിക്കാനാണ്. ഞങ്ങള് പാരിക്കപ്പാട് പേരൊക്കെ ചീസ് ബോംബ് കഴിക്കാനാണ്. ഇഞ്ചോണ്ട് എന്താ ചെയ്യാൻ അറിയില്ല. നിങ്ങളൊക്കെ അമ്മയും പപ്പയൊക്കെ കുക്കറാണ്. ഫ്രണ്ട്സ്, അപ്പം നമ്മുടെ വീഡിയോ വൈൻഡപ്പിയാണ്. ദിയമോളുടെ മണി ബാങ്കിലത്തെ പൈസ കൊണ്ട് ചെലവ് തരുന്ന വീഡിയോ വളരെ അടുത്ത് തന്നെ സൂൺ ആസ് പോസിബിൾ നമ്മൾ വീഡിയോ ഇറക്കുന്നതാണ്. അപ്പൊ എല്ലാവർക്കും ബൈ ബൈ. ബൈ ബൈ.